ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി സ്ത്രീ സീത കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് ഒരു വർഷം തികയുന്നു. കാട്ടാനയാണ് കൊലപ്പെടുത്തിയതെന്ന് തെളിഞ്ഞിട്ടും സീതയുടെ ഭർത്താവ് ബിനുവിനെ കൊലപാതകിയാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടന്നിരുന്നു. ഇതിന്റെ മാനസികാഘാതത്തിൽ നിന്നും മുക്തി നേടാൻ ഇനിയും കഴിയാത്ത ബിനുവിനും കുടുംബത്തിനും നഷ്ടപരിഹാര തുക പോലും നൽകാൻ വനം വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. കാടിനുള്ളിൽ കഴിയുന്നതിനേക്കാൾ കാട്ടാനകൾ പുൽമേടുകൾ കേന്ദ്രീകരിച്ച് തമ്പടിക്കുന്നതാണ് ആക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പുൽമേടുകൾ വാസസ്ഥലമാക്കിയിരിക്കുന്ന ഇടുക്കി മതികെട്ടാൻചോലയിലെ മുഴുവൻ കാട്ടാനകളെയും ട്രാൻസ്ലോക്കറ്റ് ചെയ്യാനാണ് ആലോചന. കൂടുതൽ വിശാലമായ വനത്തിലേക്ക് ഘട്ടം ഘട്ടമായി ആനകളെ മാറ്റാനാകും പദ്ധതി. സംസ്ഥാനത്ത് ഏറ്റവുമധികം കാട്ടാന ആക്രമണങ്ങൾ നേരിടുന്ന മേഖല മതികെട്ടാൻചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചിന്നക്കനാൽ സൂര്യനെല്ലി സ്വദേശിയായ മാരി മക്കളുടെ മുൻപിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെ വലിയ ജനകീയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മേഖലയിലെ കാട്ടാന ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നത്. നിലവിൽ മതികെട്ടാനിൽ 17 ആനകളാണുള്ളത്. താരതമ്യേന ചെറിയ വനമേഖലയാണിവിടെ. പ്രദേശത്തെ കാട്ടാനകളിൽ അധികവും ജനവാസ മേഖലയോട് ചേർന്നുള്ള വിശാലമായ പുൽമേടുകളിലാണ് കൂടുതലായും കഴിഞ്ഞുകൂടുക. ഇത് മനുഷ്യ വന്യജീവി ആക്രമണത്തിന് ഇടയാക്കുന്നതായാണ് വിലയിരുത്തൽ. മേഖലയിലെ മുഴുവൻ ആനകളെയും പെരിയാർ, പറമ്പിക്കുളം പോലുള്ള വിശാലമായ വനമേഖലയിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് പഠനം ആരംഭിച്ചതായി ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു അറിയിച്ചു. ഇനി അവശേഷിക്കുന്ന ആന സംഘത്തെ അവിടുന്ന് മാറ്റാനുള്ള കാര്യത്തെക്കുറിച്ച് ഗൗരവമായ രീതിയിലുള്ള പഠനങ്ങളും നടക്കുന്നു. ആ നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് ഗവൺമെന്റ് ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതാണ് എന്നാണ് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. വൻ സാമ്പത്തിക മുതൽ മുടക്കും നിരവധി വെല്ലുവിളികളും നിറഞ്ഞ പദ്ധതി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനാണ് ആലോചന. പദ്ധതി നടപ്പിലായാൽ ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കാട്ടാന ശല്യത്തിന് അറുതിയാവും. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.